സജീവ് നമുക്കറിയാം ഇപ്പോൾ ക്യാമ്പസുകളിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു വികസനം വിദ്യാഭ്യാസ മേഖല വലിയ വികസനം സാധ്യമാകുന്ന ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് പലതരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടുവന്ന് അല്ലെ വർഗീയവൽക്കരണം അതായത് ഈ ചെറിയ കുട്ടികളെ ഇവരുടെ വിദ്യാഭ്യാസത്തിലൂടെയാണ് ആദ്യം അവർ മനസ്സ് മാറ്റാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കേന്ദ്രം വരുമ്പോൾ അതിൻ്റെ ഒരു പ്രതിരോധം എങ്ങനെയാണ് കേരളത്തിൽ SFI തീർക്കുക? വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കാനുള്ള ഒരു വലിയ നോളജ് എക്കണോമി മിഷൻ്റെ ഒരു വലിയ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ നവകേരള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ഒരുപാട് കലാലയങ്ങൾ ആധുനികവൽക്കരിക്കപ്പെട്ടു, അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതിനൊക്കെ പുറകോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ നിരന്തരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ ഗവർണറിലൂടെ, ചാൻസലറിൻ്റെ ഇടപെടലിലൂടെ, അതോടൊപ്പം തന്നെ UGCയുടെ പുതിയ നിയമ ഭേദഗതികളിലൂടെയൊക്കെ സർവകലാശാലകളെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്യാച്ച് ദ യങ്, ഇതാണ് സംഘപരിവാർ നടപ്പിലാക്കുന്ന ഒരു അജണ്ട. ആ അജണ്ടയെ മുൻനിർത്തിയാണ് അവർ രാജ്യത്തെമ്പാടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഗവർണർമാരിലൂടെ സർവകലാശാലകളെ പിടിച്ചടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു വലിയ പ്രതിരോധം കേരളത്തിലെ SFI നടത്തിയിട്ടുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീണ്ടും വീണ്ടും UGCയുടെ ഓരോ ഘട്ടത്തിലും UGCയുടെ പുതിയ കരടുകൾ വരികയാണ്, പുതിയ നിയമ ഭേദഗതികൾ. അപ്പോൾ അത് ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാജ്യ ഭരണഘടനക്കാകെ വിരുദ്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് കേരളത്തിൽ ആ നിലയിൽ തന്നെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തത്തോടുള്ള പ്രവർത്തനം SFI ഏറ്റെടുക്കും. ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സജീവമായ ഘട്ടത്തിൽ ക്യാമ്പസുകളിൽ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി SFI ഇടപെടുക? തീർച്ചയായും ക്യാമ്പസുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ അരാജക ഗ്യാങ് രൂപീകരണങ്ങളുണ്ട്, സംഘർഷങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ, പ്രൊഫഷണൽ കോളേജുകൾ. അത് പതുക്കെ ഇപ്പോൾ അതിനെ ചെറുക്കുന്ന സംഘടന എന്ന നിലയിൽ അവർ കൂട്ടമായി കൂടി SFIക്കെതിരെ തിരിയുന്നൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്, ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ കോളേജുകൾ നമ്മൾ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ പറഞ്ഞ ഇപ്പോൾ പാർക്കൊക്കെ അതിനൊരു പ്രതിരോധം. അതുപോലെയുള്ള സ്ഥലങ്ങൾ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം SFI ഏറ്റെടുക്കും. SFIക്ക് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ വരികയാണ്. വെക്കേഷൻ കാലത്ത് വിദ്യാർത്ഥികളെ കൂടുതലായി കായിക മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഇടപെടൽ ഞങ്ങൾ നടത്തും. അതിൻ്റെ ഭാഗമായി തീർച്ചയായും സർക്കാരിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒക്കെ ഈ ഉദ്യമം ഏറെ ശ്ലാഘനീയമാണ്. തീർച്ചയായും തുടരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കേരളത്തിലുള്ള മുഴുവൻ മേൽപ്പാലങ്ങളുടെയും താഴെ ഇത്തരത്തിലുള്ള മനോഹരമായ അന്തരീക്ഷം ഒരുങ്ങും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.